വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല മാർഗ്ഗങ്ങളും നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. എന്നാൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് 5 kgs നമുക്ക് വളരെ ഈസിയറായിട്ട് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു 4 സ്റ്റെപ്സ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് കറക്റ്റ് പ്ലാനിങ് ഓഫ് മീൽസ്. അതായത് നമ്മളിപ്പം വെയിറ്റ് കുറയ്ക്കാൻ പോവുകയാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു മാസം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ത് തരത്തിലുള്ളതായിരിക്കും എന്നുള്ളത് പ്ലാൻ ചെയ്ത് വയ്ക്കാം. അതായത് നമ്മളങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര കലോറിയാണ് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുക, അതുപോലെ തന്നെ അത് ന്യൂട്രീഷണലാണോ, അതിൽ പ്രോട്ടീൻ പാർട്ട് കൂടുതൽ ഉൾപ്പെടുത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ മീൽസ് റെഡിയാക്കുക അല്ലേ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ലഭിക്കാനും ഒക്കെ ഉതകുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും നമ്മൾ തയ്യാറാക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ ലഭിക്കുന്നതോട് കൂടെ തന്നെ നമ്മുടെ ഡൈജഷൻ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. അപ്പോൾ നമ്മൾ തന്നെ ഒരു മാസത്തേക്കുള്ള ഒരു ഡയറ്റ് പ്ലാന് കൃത്യമായിട്ട് റെഡിയാക്കി വെക്കുക. എന്നിട്ട് ആ ഡയറ്റ് പ്ലാനിലൂടെ നമ്മൾ കൃത്യമായ രീതിയിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഹാവിങ് എ കൺട്രോൾഡ് ഡയറ്റ് പ്ലാൻ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ്. അതായത് നമ്മൾ വെയിറ്റ് ലോസിൻ്റെ മുന്നേ നമ്മുടെ വെയിറ്റ് എത്രയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബെല്ലി ഫാറ്റിൻ്റെ സൈസ് എത്രയാണെന്നൊക്കെ മെഷർ ചെയ്ത് നോക്കാം. എന്നിട്ട് വീക്ക്ലി ഇത് കുറയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെഷർ ചെയ്യാം. ഡെയിലി മെഷർ ചെയ്യരുത്. ഡെയിലി മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്ട്രെസ്സിന് കാരണമാവുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളിത് ഡെയിലി മെഷർ ചെയ്യാതെ വീക്ക്ലി ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 1 വീക്ക് ആകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു 1 കിലോ ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അതായത് നമ്മുടെ ശരീരത്തിൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടെങ്കിൽ ഈ വാട്ടർ എല്ലാം തന്നെ ഈ ഫസ്റ്റ് 1 വീക്ക് ഡയറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറയുന്നതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് 1 വീക്കിൽ നമ്മുടെ വാട്ടർ റിട്ടൻഷൻ കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ചിലപ്പോൾ നമുക്ക് ബെല്ലി ഫാറ്റിൽ ഒരു വ്യത്യാസം കണ്ടുകൊള്ളണമെന്നില്ല. എന്നാൽ ചിലർക്ക് നേരെ തിരിച്ചായിരിക്കും. ബെല്ലി ഫാറ്റ് കുറഞ്ഞിട്ടുണ്ടാവും എന്നാൽ വെയിറ്റിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ബോഡി വാട്ടർ റിട്ടേൺ ചെയ്യുന്ന ഒരു ബോഡി ആയിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയുക എന്ന് പറയുന്നതും നിങ്ങളുടെ ശരീരത്തിലുള്ള ഫാറ്റ് കുറയുന്നുണ്ട് എന്നതിനുള്ള ലക്ഷണമാണ്. അപ്പോൾ അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ വീക്ക്ലി എങ്കിലും മെഷർ ചെയ്യുക. അങ്ങനെ മെഷർ ചെയ്താൽ മാത്രമേ ഉള്ളൂ അല്ലേ, കുറയുന്നത് കണ്ടാലേ നമുക്ക് കൂടുതൽ ഒരു എനർജി കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ വീക്ക്ലി അത് മെഷർ ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോണ്ടിജൻസി പ്ലാൻ. അതായത് നമ്മൾ ഒരു മാസത്തെ ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ചില ദിവസം നമുക്ക് ഔട്ടിങ്ങിന് പോകേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വിവാഹ പാർട്ടികൾ ഉണ്ടാവും, ബർത്ത്ഡേ പാർട്ടികൾ ഉണ്ടാവും, എന്തെങ്കിലും ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആ ഒരു സമയത്ത് നമ്മുടെ ഡയറ്റ് പ്ലാൻ തെറ്റാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്തേക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കണം നിങ്ങളൊരു 1 മന്ത് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്തേയും കൂടെ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റ് പാറ്റേൺ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇതാണ് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ്. അതായത് നമ്മൾ ഈ ചിന്തിച്ച കാര്യങ്ങളും ഒരു മാസം മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ നമുക്ക് പീരീഡ്സിൻ്റെ ഇഷ്യൂസ് വരാം, മൂഡ് സ്വിങ്സ് വരാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ്, അതായത് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് വരാം. ഈ സമയത്തൊക്കെ ചിലപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലേ. നമ്മുടെ ഉദ്ദേശിച്ച് വെച്ചിട്ടുള്ള ഡയറ്റ് പ്ലാൻ ആയാലും എക്സസൈസ് ആയാലും ഇതിലെല്ലാം തന്നെ പ്രോബ്ലംസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ വളരെ മൂഡ് സ്വിങ്സ് ആണ് അല്ലെങ്കിൽ പീരീഡ്സ് ആണ്, ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്രേവിങ്സ് ഉണ്ടെങ്കിൽ ആ ക്രേവിങ്സ് വേണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു ദിവസം അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ദിവസം കഴിക്കേണ്ടി വന്നാലും പിറ്റേ ദിവസം മുതൽ തന്നെ നിങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതായത് നിങ്ങളുടെ ബോഡിയെ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയുക. അപ്പോൾ നിങ്ങളുടെ മൂഡ് സ്വിങ്സ് മാറാനുള്ള കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കായിരിക്കും അറിയുക. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ദിവസം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും
പിന്നെയുള്ള ദിവസം നിങ്ങൾ വീണ്ടും ഒരു ഹെൽത്തി ഡയറ്റിലേക്ക് തന്നെ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് മെയിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 4 സ്റ്റെപ്പ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു 1 മന്ത് കൊണ്ട് തന്നെ 4 to 5 kgs നമുക്ക് ഈസി ആയിട്ട് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്റ്റെപ്പുകളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഈ ഒരു പാറ്റേണിൽ പോവുക, കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു ഡയറ്റും എക്സസൈസും ഉണ്ടെങ്കിൽ ഫസ്റ്റ് 5 kgs നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ലൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും.